ഇത് കളിമണ്ണാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു കഥയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ പശ്ചാത്തലം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഒരു കലാസംവിധായകന്റെ ജോലി. ഇന്ന് ഒരു കഥയിൽ ഒരു വെള്ളം കിട്ടാത്ത ഒരു ഭൂമി എന്നൊക്കെയുള്ള രീതിയിലുള്ള കഥകൾ ഒരുപാടുണ്ട്. സുന്ദരക്കില്ലാടി പോലുള്ള സിനിമകൾ, ആമയും മുയലും എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഫസ്റ്റ് ഷോട്ടിലൊക്കെ ഇത്തരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭൂമി വേണമെന്ന് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ ഫോർഗ്രൗണ്ടിൽ 1-2 ഷോട്ട് മതിയെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഭൂമി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഭൂമി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്ക് കൂടുതലാണ്. കുറച്ച് ക്ലേ ഒക്കെ ഒന്ന് കുഴച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ തന്നെ പ്ലൈവുഡിൽ ഇത് അപ്ലൈ ചെയ്യണം. അങ്ങനെ കുറച്ച് അനവധി പരിപാടികളുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഒന്ന് പ്രജിത്ത്, വിഷ്ണു, ശ്രീജിത്ത്, ഞങ്ങളുടെ ഈ വിഷ്വല് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സിജിൻ. ഞങ്ങൾ ഇത്രയും പേരാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു വിഷ്വൽ എങ്ങനെയാണ് ഒരു വിണ്ട് കീറിയ ഭൂമി വളരെ പെട്ടെന്ന് ഡയറക്ടർ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ മുന്നിൽ കാണിക്കുന്നത്. ഇത് കളിമണ്ണാണ്. ഈ കളിമണ്ണ് നമുക്ക് കുടമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, കലമൊക്കെ ഉണ്ടാക്കും, മംഗലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, അതേപോലെ തന്നെ ചുടുകട്ട ഉണ്ടാക്കുന്ന കളത്തിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇത് അവിടെ നിന്നാണ് നമ്മളിത് മേടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് നമ്മൾ താഴെ ഒരു വയലുണ്ട്, ആ വയലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെയാണ് വിണ്ട് കീറിയ ഒരു ഭൂമി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ക്യാമറയുടെ ഫോർഗ്രൗണ്ടിലായിട്ടാണ് നമ്മൾ വിണ്ട് കീറിയ ഭൂമി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോ ബേസിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫോർഗ്രൗണ്ടിലുണ്ടാകും, ഒപ്പം ആ സ്കൈയും ആയിരിക്കും കാണുന്നത്. ഇതാണ് നമ്മളുടെ ക്രിയേറ്റീവായിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ക്ലേ ആണ്. ഈ ക്ലേ നല്ല രീതിയിൽ തന്നെ ഇത് വെള്ളം ഒഴിച്ച് നല്ലപോലെ സ്മൂത്ത് ആകുന്ന വരെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കണം. ഇത് പ്ലൈവുഡിലേക്ക് അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ ഇതിങ്ങനെ ഒന്ന് ഉണങ്ങാൻ വെക്കണം. നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1 ഇഞ്ച് കനത്തിലൊക്കെ മതി. കാരണം ഇപ്പോൾ ഇത് വളരെ കുറവാണ് നമ്മുടെ കയ്യിലുള്ള ക്ലേ. എന്നാലും അത് വെച്ചിട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. 1 ഇഞ്ച് കനമൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ വിണ്ട് കീറിയിരിക്കും. എന്നാൽ ഇത് നല്ല രസകരമായി തന്നെ വരുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതേപോലെ തന്നെ ഈ ഫ്രെയിമിലേക്ക് ഇപ്പം നമ്മൾ ആ സ്കൈ കിട്ടത്തക്ക രീതിയിലേക്ക് ഇതൊന്ന് ഉയർത്തണം. അപ്പം നമ്മൾ ഈ പ്ലൈവുഡ് 4 ഇഞ്ച് കനമുള്ള അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് കനമുള്ള തടി വെച്ചിട്ട് നമ്മൾ പതുക്കെ ഈ പ്ലൈവുഡ് ഒന്ന് ഉയർത്തുകയാണ്. അതിങ്ങനെ ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി മനോഹരമായ രീതിയിലേക്ക് ആ സ്കൈ അടക്കം നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരു എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഷോട്ട് അല്ലെ 1-2 ഷോട്ട് നമുക്കൊരു സിനിമയുടെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ 1-2 ഷോട്ട് നമുക്ക് വർക്കൗട്ട് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോർഗ്രൗണ്ടിൽ 2 പ്ലൈവുഡ് ക്യാമറയുടെ ഫോർഗ്രൗണ്ടിലായിട്ട് 2 പ്ലൈവുഡിലായിട്ട് ക്ലേ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു 2 മണിക്കൂർ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണങ്ങി കിട്ടും. പിന്നെ അല്പം ഈ പ്ലൈവുഡ് ഒരു കമ്പ് വല്ലതും വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കൈ. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മഴക്കാലമാണ്, നമുക്കെല്ലാം അറിയാം, ഗ്രീനിഷ് കൂടുതലാണ്. അപ്പോൾ ഈ ഗ്രീനിഷ് ഒഴിവാക്കി സ്കൈ ആണ് ഡയറക്റ്റ് കിട്ടുന്നത്. അത്തരത്തിലുള്ളൊരു പ്ലേസ് ആണെങ്കിൽ കറക്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് വിണ്ട് കീറിയ ഭൂമിയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. കാരണം വൈഡ് ആംഗിൾ ലെൻസൊക്കെ ഇട്ടിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു വിണ്ട് കീറിയ ഭൂമിയായിരിക്കും. ഇപ്പോൾ ഈ കാണുന്ന ആ പ്ലേസൊക്കെ, എൻ്റെ ബാക്കിൽ കാണുന്ന പ്ലേസൊക്കെ 2 സൈഡിലും മരങ്ങളുണ്ട്. ആ മരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടാത്തത്. കാരണം എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ ആ ഗ്രീനിഷ് കാണാൻ പാടില്ല.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലേസ് ആണെങ്കിൽ മനോഹരമായിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആമയും മുയലും എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. സാലു കെ ജോർജ് ആണ് അതിൻ്റെ ആർട്ട് ഡയറക്ടർ. സാലുവേട്ടനായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തതാണ്. പ്രിയൻ സാറിൻ്റെയാണ്. എനിക്ക് തോന്നുന്നു ഫ്രെയിമിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൊക്കെ ഫ്രെയിം മനോഹരമായി വെക്കുന്ന ഒരു ഡയറക്ടറാണ് പ്രിയൻ സാറ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആമയും മുയലും എന്ന ചിത്രത്തിൽ. അതിൻ്റെ അകത്തൊരു ഒരു ഫസ്റ്റ് സീനിൽ നമ്മൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഷോട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സുന്ദരക്കില്ലാടി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ പറയുന്ന സിനിമകൾക്ക് ഇത്തരത്തിലുള്ള ലൊക്കേഷൻസ് അഭികാമ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ, സിനിമയിലുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. എല്ലാ എപ്പിസോഡുകളും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്താൻ വേണ്ടി അതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണും വരെ ബൈ.